أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ആദർശവീതിയിൽ പുതുമകൾ പണിയാൻ ഇന്നലകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് MGM മുന്നിട്ടിറങ്ങുകയാണ്. അക്രമത്തിനും അനീതിക്കും ഇരയായി ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് പൊരുതിക്കൊണ്ടിരിക്കുന്നവർക്കും പണയം വെക്കപ്പെട്ട നൈതികതയ്ക്കും വേണ്ടി എന്നും ഉറച്ച ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. യൂണിസൺ ഫോർ ജസ്റ്റിസ് MGM പ്രതിഷേധ പരിപാടിയുടെ ആമുഖ ഭാഷണത്തിനായി മുഹ്സിന പത്തനാപുരത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു വഅന്നല്ലാഹ തവ്വാബുർ റഹീം. ഏറെ ബഹുമാനം നിറഞ്ഞ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ നിൽക്കുമ്പോഴും വിശ്വാസം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും മനസ്സുകളെ ശാന്തതയിലെത്തിക്കുവാനും ചിന്തകൾക്കും വികാരവിചാരങ്ങൾക്കും കടിഞ്ഞാണിടുവാനും ഒരു സത്യവിശ്വാസി എന്നുള്ള നിലയിൽ നമുക്കേവർക്കും കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സ്ത്രീകളെ പടച്ച തമ്പുരാൻ അത്യുത്കൃഷ്ടമായ സ്ഥാനം നൽകി ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ ചില കടമകളും കർത്തവ്യങ്ങളുമൊക്കെ നമുക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട്. ചില ബാധ്യതകൾ നമ്മോട് നിറവേറ്റാനും പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഏൽപ്പിച്ചു തന്ന ബാധ്യതകളും കടമകളും കർത്തവ്യങ്ങളുമൊക്കെ നമ്മൾ നിറവേറ്റുന്ന സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ ഇവിടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ, നീതി ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് പല സമയങ്ങളിലായിട്ട് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്ലാമികമായിട്ടുണ്ടായ ഏത് വളർച്ചയുടെ പിന്നിലും നമുക്ക് ഒന്നാം തലമുറയിൽ തന്നെ ഇഷ്ടം പോലെ മാതൃകകളുണ്ടായിരുന്നു. മൂസ അലൈഹിസ്സലാമയെ പുഴയിലേക്ക് എറിഞ്ഞ ദൃഢനിശ്ചയവും എതിർപ്പുകൾ അവഗണിച്ച് എടുത്തു വളർത്താൻ കാണിച്ച ചങ്കൂറ്റവും സ്ത്രീ തന്നെയായിരുന്നു. അതുപോലെ തന്നെ കുടുംബ കാര്യങ്ങളിൽ പ്രാപ്തി നേടുന്നതോടൊപ്പം തന്നെ വാണിജ്യ വ്യാപാര മേഖലകളിലും വൈഭവം കാണിച്ച ഖദീജ റളിയല്ലാഹു അൻഹയും അവരും യഥാർത്ഥത്തിൽ ഒരു സ്ത്രീരത്നം തന്നെയായിരുന്നു. നമ്മുടെയൊക്കെ മുന്നിലുള്ള മാതൃകകൾ ഇത്തരത്തിലുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ട് പലയിടത്തും നമ്മൾ പിന്തള്ളപ്പെടുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം പോലെ ബാക്കി നിൽക്കുകയാണ്. വീട്ടുകാര്യങ്ങളിൽ പ്രാപ്തി നേടിയതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ചരിത്രത്തിലെ ശ്രദ്ധേയമായ സമരത്തിൽ സത്യത്തിൻ്റെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ടും കൂടിയാണ് ഈ മഹതികളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ചരിത്രത്താളുകളിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നത്. സ്ത്രീത്വം പിന്നീട് പലയിടങ്ങളിലായിട്ട് അപമാനിക്കപ്പെട്ടുകൊണ്ടിരുന്നു. വേണ്ടത്ര സ്വാതന്ത്ര്യം അവൾക്ക് വകവെച്ചു കൊടുക്കാതിരുന്നു. പക്ഷേ സമൂഹത്തിൽ അവൾ പിന്തള്ളപ്പെട്ടു. എന്നിട്ടും നമുക്കറിയാം, സമൂഹ നിർമ്മിതിയിലെ മുഖ്യസ്ഥാനം, മുഖ്യ പങ്ക് അത് സ്ത്രീക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു അറിവ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ലഭിച്ചതോടുകൂടി ഇവിടെ യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഈ ഒരു അവസരത്തിൽ വിജ്ഞാനവും മതവും സാമൂഹ്യ നേതൃത്വവുമൊക്കെയുള്ള ഒരു തലത്തിലേക്ക്, ഇന്നത്തെ ഒരു തലത്തിലേക്ക് സ്ത്രീയെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്
MGM അഥവാ മുസ്ലിം ഗേൾസ് ആൻഡ് വുമൻസ് മൂവ്മെൻറ്റ് കാലങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലങ്ങൾ പലയിടത്തും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിശ്രമങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, സധൈര്യം സത്യത്തിൻ്റെ പാതയിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ, ഈ വരുന്ന 2020 ഒക്ടോബർ 23 MGM സ്റ്റേറ്റ് കമ്മിറ്റി വൈസ് വിമൻസ് സമ്മിറ്റ് നടത്താനൊരുങ്ങുകയാണ്. അതിൻ്റെ മുന്നോടിയായി നമ്മുടെ മലപ്പുറം ഈസ്റ്റ് ജില്ല സംഘടിപ്പിക്കുന്ന ഈ വുമൻസ് സമ്മിറ്റ്, സ്ത്രീകളുടെ ഈ ഒരു പ്രോഗ്രാം MGM ഈസ്റ്റ് ജില്ലക്ക് എന്തുകൊണ്ടും അത് ഒരു പൊൻതൂവൽ തന്നെയാണ്. നീതിക്ക് വേണ്ടി, നിഷേധിക്കപ്പെടുന്ന നീതി തിരികെ ലഭിക്കുവാൻ വേണ്ടി, സ്ത്രീക്ക് അവളുടെ മഹത്വം വീണ്ടെടുക്കാൻ വേണ്ടി, അതെ, നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിക്കുകയാണ് ഈ അവസരത്തിൽ. യൂണിസൺ ഫോർ ജസ്റ്റിസ്, നീതിക്ക് വേണ്ടി നാം ഏകതാളത്തോടു കൂടി ഈ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ പ്രവർത്തകർ മുന്നേറുകയാണ്. അവർ ഒരുമിച്ച് കൈകോർത്ത് ഇറങ്ങുകയാണ്. ഇൻഷാ അല്ലാ, ഇത് നല്ലൊരു സത്യുദ്ധമമാവട്ടെ. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ നമ്മോടൊപ്പം ചേരുന്നത്, ഈ ഒരു MGM ഈസ്റ്റ് ജില്ല സംഘടിപ്പിക്കുന്ന വുമൻസ് സമ്മിറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത്, ഇതിൻ്റെ ഉദ്ഘാടന ഭാഷണം നിർവഹിച്ചുകൊണ്ട് നമുക്കറിയാം MGM കേരള ആക്ടിംഗ് പ്രസിഡൻറ്റ് VC മറിയക്കുട്ടി സുല്ലമിയ അവർകളാണ്. മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ അവർകളാണ്. പ്രഭാഷണവുമായി നമ്മോട് കൂടെ സ്റ്റുഡൻസ് വിങ് പ്രതിനിധി മിന ഫർസാനയുമുണ്ട്. സ്റ്റുഡൻസ് വിങ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡൻറ്റ് ഫിദ ബിസ്മ നമ്മോട് ആശംസകൾ അർപ്പിക്കുന്നു. ഈ ഒരു പരിപാടിയിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി താഹിർ ടീച്ചർ മോങ്ങമാണ് പ്രമേയ അവതരണം നടത്തുന്നത്. ഇതിൽ നന്ദി അർപ്പിക്കുന്നത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ ട്രഷറർ ഫാത്തിമ പാലക്കുളം അവർകളാണ്. പടച്ചോൻ്റെ അനുഗ്രഹത്തോടു കൂടി അള്ളാഹു ഇത് നല്ലൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വിടവാങ്ങുന്നു. മറ്റുള്ള പരിപാടികൾ തുടർന്നും ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരോടും വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമുഖ ഭാഷണം നിർവഹിച്ച മുഹസിന പത്തനാപുരത്തിന് MGM ഈസ്റ്റ് ജില്ലയുടെ കൃതജ്ഞത അറിയിക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി MGM മർക്കസ് ദഅ്വ ആക്ടിംഗ് പ്രസിഡന്റ് മറിയക്കുട്ടി സുല്ലമിയയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മലപ്പുറം ഈസ്റ്റ് ജില്ല സംഘടിപ്പിച്ച യൂണിസൺ ഫോർ ജസ്റ്റിസ് എന്ന പ്രോഗ്രാമിൽ വരാനിരിക്കുന്ന ഒക്ടോബർ 23 വൈസ് വിമൻസ് സമ്മിറ്റിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ പരിപാടിയിൽ സ്ത്രീകളായ നമുക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങളെയും അതുപോലെ തന്നെ പ്രയാസങ്ങളെയും ഉയർത്തിക്കാണിച്ചുകൊണ്ട് അതിനൊരു പരിഹാരമെന്ന നിലയിലാണ് നാം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീത്വം അനുനിമിഷം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യത്തിൽ സത്യസരണിയിൽ ധാർമ്മികതയുടെ ശാദ്വല തീരം മാത്രമാണ് പരിഹാരം എന്ന തിരിച്ചറിവിലേക്ക് ദിശ നിർണയിക്കുകയാണ് MGM. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഭരണകൂടവും നിയമപാലകരും നീതിന്യായ വ്യവസ്ഥയും നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ച നമ്മെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനവും ഈ രംഗത്ത് ഒട്ടും പിറകിലല്ല.
വാർത്താമാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനവരാശി മുഴുവൻ കോവിഡിൻ്റെ ഭയത്തിൽ തളച്ചിടുന്ന ഈ സമയത്ത് പോലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആറന്മുളയിൽ നടന്ന ദയനീയ സംഭവം നമ്മെ വേദനിപ്പിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് 13,244 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തു എന്നാണ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ഇത്തരം അക്രമങ്ങൾക്ക് ഇരയാകുന്നവരിൽ അധിക പേരും പ്രായപൂർത്തിയെത്താത്തവരാണ് എന്നതാണ് ഏറെ ഖേദകരം. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 1500-ലധികം കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീ സുരക്ഷാ വർഷമായി കേരള പോലീസ് ആചരിക്കുന്ന 2020 തന്നെയാണ് വാളയാറിലും പാലത്തായിലും പീഡനക്കേസിലെ പ്രതികൾക്ക് പോലീസ് കാവൽ നിൽക്കുന്നത്. കുറ്റം ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക, വിചാരണയ്ക്ക് വിധേയമാക്കുക, കുറ്റം തെളിഞ്ഞാൽ ശിക്ഷിക്കുക തുടങ്ങിയ കുറ്റം ആവർത്തിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ ബന്ധപ്പെട്ടവർ കാണേണ്ടതുണ്ട്. എന്നാൽ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുകയും ഇരകളെ വേട്ടയാടുകയും ചെയ്യുന്ന നയമാണ് അധികൃതരിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഹഥറാസിലെ ദലിത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി ആവശ്യമായ വൈദ്യസഹായം പോലും നിഷേധിക്കപ്പെട്ട ദാരുണ അന്ത്യം സംഭവിച്ച വാർത്ത ഏറെ വേദനയോടെയാണ് നാം കേട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുശാസിക്കുന്ന അന്തസ്സോടെ സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശം രാജ്യത്തെ ദലിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന സംഭവങ്ങൾ ദിവസേന നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇസ്ലാമിലെ സാമൂഹ്യ സുരക്ഷയും സദാചാര പാഠങ്ങളും വളരെ പ്രസക്തമാവുകയാണ്. വിലക്കുകൾ കൃത്യമായി പാലിക്കുന്ന ഒരു സമൂഹ സൃഷ്ടിയാണ് ഇസ്ലാം ലക്ഷ്യം വയ്ക്കുന്നത്. കുറ്റകൃത്യങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള ദൈവിക ചിന്ത ഒന്നു മാത്രമേ ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുകയുള്ളൂ. അള്ളാഹു നിരന്തരം മനുഷ്യനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ചിന്ത ഉണ്ടാകണമെന്ന് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നു. വ്യഭിചാരത്തെ നിങ്ങൾ സമീപിക്കരുത്, അത് നീചവൃത്തിയും ദുഷിച്ചതുമാണെന്ന് ഖുർആൻ പറയുന്നു. സ്ത്രീ പുരുഷന്മാർക്കിടയിൽ കൃത്യമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ വിശുദ്ധ ഖുർആൻ ശക്തിയായ ഭാഷയിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. വഴിവിട്ട ബന്ധങ്ങളിലേക്കുള്ള വഴിയടക്കാൻ കഴിയുന്ന ശക്തമായ ബോധവൽക്കരണം വ്യാപകമായി നടത്തേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇത്തരം സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മനുഷ്യപ്രകൃതിയുടെ മതമായ ഇസ്ലാമിലെ ദൈവിക പാഠങ്ങൾ മാത്രമാണ് ലൈംഗിക ജീവിതത്തിന് വിശുദ്ധി നൽകുന്നത്. അതിനാൽ ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ജാഗരൂകരാവുകയും നമ്മളാൽ കഴിയുന്ന തരത്തിൽ അതിനെ പ്രതിഷേധിക്കുകയും ചെയ്യണമെന്നതാണ് ഈ ആഹ്വാനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും സർവശക്തനിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ദീനീ ചിട്ടയോടുകൂടി ജീവിക്കുവാനുമുള്ള ചുറ്റുപാടുണ്ടാക്കിയെടുക്കാൻ നാം ഓരോരുത്തരും പ്രയത്നിക്കണം എന്നുത്ബോധിപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MGM മർക്കസ് ദഅവ ആക്ടിംഗ് പ്രസിഡന്റ് മറിയക്കുട്ടി സുല്ലമിയക്ക് MGMന്റെ കൃതജ്ഞത അറിയിക്കുന്നു. യൂണിസൺ ഫോർ ജസ്റ്റിസ് പ്രമേയം അവതരിപ്പിക്കുന്നതിനായി
MGM സെക്രട്ടറി താഹിറ ടീച്ചറെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മലപ്പുറം ഈസ്റ്റ് ജില്ല മർക്കസുദ്ദവ MGM അവതരിപ്പിക്കുന്ന പ്രമേയം സത്യവും സമത്വവും സാഹോദര്യവും ഉദ്ഘോഷിക്കുന്ന മതേതരത്വത്തിന്റെ സ്വന്തം നാട്ടിൽ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും MGM മർക്കസുദ്ദവ ആവശ്യപ്പെടുന്നു. അന്ധവിശ്വാസവും ജാതി ചിന്തയും വർഗീയതയും അടക്കി വാഴുന്നിടത്ത് ഇരയാക്കപ്പെടുന്നത് സ്ത്രീകൾ എന്നതിൽ ശക്തമായ അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു. നാടിനെ മുതൽക്കൂട്ടാവേണ്ട പെൺകുട്ടികൾ കാപാലികരുടെ കാമവെറിക്കിരയാകുന്ന പൈശാചികത അവസാനിപ്പിക്കാൻ ഭരണകൂടം നടപടികൾ സ്വീകരിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു. പീഡിതരെ ചേർത്തു പിടിക്കേണ്ടതിനു പകരം പീഡകർക്കൊപ്പം നിന്ന് കുടുംബത്തെ ഭീഷണിപ്പെടുത്തി ഒരു സമൂഹത്തെ തന്നെ അരക്ഷിതരാക്കുന്ന വിചിത്രവും കേട്ടുകേൾവി പോലുമില്ലാത്ത കാട്ടാള നീതി അവസാനിപ്പിക്കുക. ഭരണകൂടങ്ങളിൽ നിന്ന് തുടരുന്ന ഈ നീതി നിഷേധങ്ങളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും മനുഷ്യനെ തരംതിരിച്ച് നീതി തീർപ്പാക്കുന്ന അനീതി അവസാനിപ്പിക്കുകയും ചെയ്യുക. പെൺകുട്ടികൾക്കും കുടുംബത്തിനും രാജ്യത്ത് ദുർബല വിഭാഗങ്ങൾ അടക്കമുള്ള എല്ലാ അടിച്ചമർത്തപ്പെട്ടവർക്കും നീതിക്കായി ഞങ്ങളും ശബ്ദിക്കുന്നു, അണിനിരക്കുന്നു. യൂണിസൺ ഫോർ ജസ്റ്റിസ്. പ്രമേയം അവതരിപ്പിച്ച MGM ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ത്വാഹിറ ടീച്ചർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യഭാഷണത്തിനായി അഡ്വക്കേറ്റ് നെജ്മ തബ്ഷീറയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, MGM മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന യൂണിസൺ ഫോർ ജസ്റ്റിസ് എന്ന ഈ ഓൺലൈൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട MGMന്റെ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് മറിയക്കുട്ടി സുല്ലമിയ, ഇതിന് ആമുഖഭാഷണം നിർവഹിച്ച മുഹസിന പത്തനാപുരം, മറ്റ് അതിഥികളായി ഈ പരിപാടിയിൽ വന്നു പോകുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക മിന ഫർസാനെ അടക്കമുള്ള സുഹൃത്തുക്കൾ, ഏറെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജനാധിപത്യ വിശ്വാസികളെ, ആദ്യമേ ഇത്തരത്തിലൊരു കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം അംഗമാവാൻ സാധിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അനീതിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെല്ലാം, പ്രത്യേകിച്ച് അത് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിൽ നിന്നാവുമ്പോൾ അതിനോടൊപ്പം ചേരുക എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അത്തരത്തിൽ നിങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം ഈ പരിപാടിയുടെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള പ്രസക്തി അതിന്റെ പേര് തന്നെ വിളിച്ചോതുന്നുണ്ട്. യൂണിസൺ ഫോർ ജസ്റ്റിസ്. ജസ്റ്റിസ് അഥവാ നീതി, നീതിക്കു വേണ്ടിയുള്ള ഐക്യം എന്ന് പറയുന്നത്, നീതിക്കു വേണ്ടിയുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത്, ഒരുമിച്ച് നീതി തേടാൻ മുന്നോട്ടു പോവുക എന്ന് പറയുന്നത് ഈ കാലഘട്ടം ഏറെ ആവശ്യപ്പെടുന്ന ഒന്നാണ്. പൂർണ്ണമായും സ്ത്രീകളും ലൈംഗിക ന്യൂനപക്ഷങ്ങളും മുസ്ലിം, ദളിത്, ആദിവാസി ന്യൂനപക്ഷങ്ങളും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നിൽ ജീവിക്കുന്ന സ്ത്രീകൾ എന്ന നിലക്ക് നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൂർണ്ണമായും ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് നമ്മെ എത്തിച്ച ഘടകങ്ങൾ എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ മുന്നിലുള്ള വാർത്തകളൊന്നും അത്ര ആശ്വാസകരമായിട്ടല്ല മുന്നോട്ട് വരുന്നത്. ഭീതിതമായൊരു പാൻഡമിക് കാലത്തിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വണ്ണമുള്ള ഇത്തരം ഒരു പാൻഡമിക് കാലത്തും നമ്മെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് ഈ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയല്ല, അതിലുപരിയായിക്കൊണ്ട് ഈ ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ മറപിടിച്ച് സർക്കാരും ഗവൺമെന്റും അധികാരികളുമൊക്കെ ജനങ്ങൾക്കെതിരിൽ ചെയ്യുന്ന ഒരുപാട് പ്രീണനങ്ങളുടെ കഥയാണ്. അഥവാ നമ്മളെല്ലാവരും അതിന്റെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രതിനിധികളാവുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൊണ്ടും വിസ്തൃതി കൊണ്ടും വലിയൊരു ഭൂപ്രദേശത്ത് UP അഥവാ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഹൃദയഭാഗത്തെ ഹത്രാസിൽ നടന്ന വളരെ നീചമായിട്ടുള്ള ഒരു ബലാത്സംഗമാണ് അല്ലെങ്കിൽ പീഡനമാണ് ഇന്ത്യയൊട്ടാകെ ഇത്തരത്തിലൊരു വികാരം ഉയർത്തുന്നതിനും
ഒരുപക്ഷെ നീതിയുടെ നാവരിയുന്ന ഒരു പ്രവർത്തിക്കെതിരെ ജനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും കാരണമായിട്ടുള്ളത്. ഹത്രാസ് ഒരു തുടക്കമോ ഒടുക്കമോ അല്ലെന്ന് നമുക്കറിയാം. നിർഭയ ഉയർത്തിയ ഒരു വലിയ വേവ് ഇന്ത്യക്കകത്തുണ്ടായിരുന്നു. പക്ഷെ അത് അതുപോലെ കെട്ടുപോവുകയും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ അത്ര തന്നെ ആരോഗ്യകരമായി മുന്നോട്ട് പോവാതിരിക്കുകയും വീണ്ടും ഇത് അതിശക്തമായി ആവർത്തിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഈ ലോക്ക്ഡൌൺ കാലത്ത് അഥവാ മാർച്ച് 2020 മാർച്ചിന് ശേഷം സ്ത്രീകൾക്കെതിരെ നടന്ന ക്രൂരകൃത്യങ്ങളുടെ കണക്ക് കഴിഞ്ഞ 10 വർഷത്തിൽ സ്ത്രീകൾക്കെതിരെ റിപ്പോർട്ട് ചെയ്ത കേസുകളെക്കാൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം നടത്തിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമാണ് ഈ ഒരു വിവരം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ ഒരുപാട് സ്ത്രീകൾക്കെതിരെയുള്ള ഹരാസ്മെന്റ്സ് വർദ്ധിച്ചു കഴിഞ്ഞ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഭീതിതമായിട്ടുള്ള ഒരു സത്യം നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്, നമുക്ക് കൂട്ടാവേണ്ടതുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഹത്രാസ് മാത്രമല്ല നമ്മുടെ മുന്നിലുള്ള വിഷയം. ഇങ്ങ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഒരുപക്ഷെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ തന്നെ വാഴ്ത്തിപ്പാടുന്ന കേരളത്തിൽ ഇരുന്നു കൊണ്ട് എത്രമാത്രം ആത്മാർത്ഥമായി നീതി നിഷേധിക്കപ്പെട്ട ഹത്രാസിലെ പെൺകുട്ടിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം അതുപോലെ ജാതി വെറിക്കും ഒരു പെൺശരീരമായി ജനിച്ചതുകൊണ്ട് മാത്രവും ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുമുണ്ട്. വാളയാർ എന്ന സ്ഥലപ്പേര് ഇന്ന് സ്ഥലപ്പേരിലുപരിയായി ഒരു ഇരയുടെ പേരായി വ്യാഖ്യാനിക്കപ്പെട്ടു കഴിഞ്ഞു. പാലക്കാട് ജില്ലയിലെ ഒരു അതിർത്തി ഗ്രാമത്തിൽ 2 പെൺകുട്ടികൾ ക്രൂരമായി ബലാത്സംഗത്തിനിരയാവുകയും അവരെ മരണപ്പെടുത്തി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുകയും ചെയ്തതിനു ശേഷം അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനും അവർക്ക് നീതി ലഭ്യമാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ഇവിടുത്തെ സംവിധാനങ്ങളും ഗവൺമെന്റും കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെ കുറിച്ചൊന്നും നമ്മൾ മറന്നിട്ടില്ല. ഏറ്റവും ഒടുവിലായിക്കൊണ്ട് സമ്പത്തുള്ളവന്റെയും അധികാരമുള്ളവന്റെയും കൂടെ മാത്രമാണ് ഇവിടുത്തെ ഭരണകൂടം എന്നുറപ്പിച്ചുകൊണ്ട് കേരളത്തിൽ പാലത്തായി നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് സ്വന്തം അധ്യാപകനിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ലൈംഗിക അതിക്രമങ്ങളിൽ ജനം ആരുടെ കൂടെയാണ് നിന്നത്, ഇവിടുത്തെ അധികാരി വർഗം ആരുടെ കൂടെയാണ് നിന്നത് എന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അഥവാ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചർച്ച സ്വതന്ത്രമായി ജീവിക്കാൻ നമ്മൾ എന്തിനെയൊക്കെയാണ് അതിജീവിക്കേണ്ടത്, നമ്മൾ എന്തിനെയൊക്കെയാണ് ഭയക്കേണ്ടത്. ഒരുപക്ഷെ ഈ ലോക്ക്ഡൌൺ കാലത്തിന് മുൻപേയുള്ള ഇന്ത്യയെ നിങ്ങൾ ആരും മറന്നു കാണില്ല. സ്വതന്ത്ര ഇന്ത്യ സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിലേക്ക് ചേർത്ത് വായിക്കാനാവുന്ന ഒരു സമരകാലത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ലോക്ക്ഡൌൺ വരുന്നത്. ആ സമര പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സ്ത്രീകളും അധസ്ഥിതരായ ജനങ്ങളും വിദ്യാർത്ഥികളും യുവജനങ്ങളും നയിച്ച സമരമായിരുന്നു. അതെന്തിനെതിരെയുള്ള സമരമായിരുന്നു? ഒരുപക്ഷെ കുറച്ചു കാലം മുൻപ് വരെ നമ്മൾ ആലങ്കാരികമായി മാത്രം ഉപയോഗിച്ചു വന്ന ചില വാക്കുകൾ അഥവാ ഫാസിസം എന്നും നീതി നിഷേധത്തിന്റെ തുടർച്ച എന്നുമൊക്കെയുള്ള ചില ആലങ്കാരിക പ്രയോഗങ്ങൾ യാഥാർത്ഥ്യമായതിന്റെ അതിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ നമ്മൾ പോരാടേണ്ടതുണ്ട് എന്ന് പൂർണ്ണമായും സ്വയം വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ചെറുത്തുനിൽപ്പിന്റെ സമരമായിരുന്നു അത്. അതിനുശേഷമുള്ള ലോക്ക്ഡൌൺ കാലത്ത് ഒരുപക്ഷെ നമ്മൾ കരുതിയിട്ടുണ്ടാവണം ഇത് ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയാണെന്നും ഈ സമയത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉത്തരം പറയുന്ന ഒരു ഗവൺമെന്റാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നും. എന്നാൽ ആ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ഈ ലോക്ക്ഡൌണിന്റെ ആദ്യ കാലങ്ങളിൽ തന്നെ പലതരത്തിലുമുള്ള നിയമനിർമ്മാണങ്ങളുമായി ഈ ഗവൺമെന്റ് നമ്മെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ഈ ഗവൺമെന്റ്? അഥവാ 5 വർഷം പൂർത്തിയാക്കി പിന്നീട് 5 വർഷവും ഭരണത്തിലേറിയ ഒരു ക്യാപിറ്റലിസ്റ്റ് ഗവൺമെന്റിന്റെ തുടർച്ച, ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ പൂർണ്ണമായ മുഖം. ഈ ലോക്ക്ഡൌൺ കാലത്ത് ഏതു തരത്തിലുള്ള നിയമങ്ങൾക്കാണ്, ഏതു തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഗവൺമെന്റ് പ്രയോറിറ്റി നൽകുന്നത് എന്നൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഗവൺമെന്റ് കൂടുതലായും പ്രയോറിറ്റി നൽകിയത് ചർച്ചയില്ലാതെ ബില്ലുകൾ പാസ്സാക്കാനായിരുന്നു. ഇവിടെ സമരം നയിച്ച യുവജനങ്ങളെ
കരിനിയമങ്ങൾ ചുമത്തി, ഭീകര നിയമങ്ങൾ ചുമത്തി ജയിലിൽ അടക്കാനായിരുന്നു. ഇവിടുത്തെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനായിരുന്നു. അതിന്റെയൊക്കെ ഒരു തുടർച്ച മാത്രമാണ് നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ മുഴുവനും. എത്രയെത്ര വിദ്യാർത്ഥികൾക്കെതിരിലാണ്, എത്രയെത്ര ആക്ടിവിസ്റ്റുകൾക്കെതിരിലാണ് ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ UAPA പോലെയുള്ള ഒരു ഭീകര നിയമം ചുമത്തപ്പെട്ടിരിക്കുന്നത്. അഥവാ ഭരണാധികാരികൾക്ക് കുറച്ചധികം പവർ നൽകുന്ന, കുറച്ചധികം അവരുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷനുള്ള നിയമങ്ങൾ ചുമത്തിക്കൊണ്ട്, ഭീകര നിയമങ്ങൾ ചുമത്തിക്കൊണ്ട് നിരന്തരമായി അവരെ ഹരാസ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും ഒടുവിലായി വന്നൊരു വാർത്ത പ്രകാരമാണെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലക്കാരൻ തന്നെയായിട്ടുള്ള സിദ്ദീഖ് കാപ്പൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഹത്രാസിലെ വിഷയം റിപ്പോർട്ട് ചെയ്യാനായി അങ്ങോട്ട് പോയ മലയാളി മുസ്ലിം മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം ഗവൺമെന്റിനെതിരായ വാർത്തകൾ ചമക്കുന്നുവെന്നും ഭീകരതയ്ക്ക് വളം വെക്കുന്നുവെന്നും ഇവിടെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നും പേരിൽ UAPA ചുമത്തി ജയിലിലടച്ചിരിക്കുകയാണ് അവിടുത്തെ ഭരണകൂടം. അദ്ദേഹത്തിന് ഡ്രൈവറായി പോയ ആലം എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരനെയും അവർ UAPA എന്ന അതേ നിയമം ചുമത്തി ജയിലിലിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഇവര് ചെയ്യുന്ന കുറ്റം? സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനും അയാൾക്ക് ടാക്സി ഡ്രൈവറായി പോയ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനും, അഥവാ നീതി നിഷേധങ്ങൾ തുടർക്കഥയാവുന്ന ഇന്ത്യയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മളെപ്പോലൊരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന അതിക്രൂരമായ ഒരു പീഡനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ഹത്രാസ് ഒരു പ്രതീകമാവുന്നത് അത് UPയിൽ നടക്കുന്ന ഒരേയൊരു കൊലപാതകമാവുന്നത് കൊണ്ടോ ബലാത്സംഗമാവുന്നത് കൊണ്ടോ അല്ല. അതൊരു പ്രതീകമാവുന്നത് ബലാത്സംഗം ചെയ്ത ശേഷം നാവു മുറിച്ച ഭീകരതയായതുകൊണ്ടാണ്. അതൊരു ദളിത് പെൺകുട്ടിയായതുകൊണ്ടാണ്. അതൊരു പെൺകുട്ടിയായതുകൊണ്ടാണ്. ഹത്രാസിന് ശേഷം UPയിൽ നടന്ന വാർത്തകളിലേക്ക് ഒരുപക്ഷെ നിങ്ങൾ പോവണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മാസം, ഈ വർഷം UPയിൽ നടന്ന ഒരു കൊലപാതകം നമ്മളെ ഇത്രമേൽ ഞെട്ടിച്ചുവെങ്കിൽ UPയിൽ അത് എത്രമാത്രം സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നോക്കണം. കാരണം കഴിഞ്ഞ 1-2 ദിവസങ്ങളിലെ കണക്ക് മാത്രം ഞാൻ വായിക്കാം. 2020 ഒക്ടോബർ 7-ന് 2 ഇൻസിഡന്റ് ആണ് UPയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കിട്ടുന്നത്. ഒന്ന്, ബദായൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത വാർത്ത. അതേ സ്ഥലത്ത് തന്നെയാണെന്ന് തോന്നുന്നു ഒരു ബാലികയെ പ്രഗ്നന്റ് ആണെന്ന പേരിൽ അവൾ ഗർഭിണിയാണെന്ന പേരിൽ അവരുടെ പിതാവ് കൊന്നുകളഞ്ഞ വാർത്ത. ദുരഭിമാന കൊലയാണ്. 2 വാർത്തകൾ 5-ാം തീയതി 7-ാം തീയതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 8-ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വാർത്തയുണ്ട്. 17-കാരിയെ വയലിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്നുള്ളത്. 2020 ഒക്ടോബർ 9-ന് ദളിത് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്യുന്ന വാർത്ത UPയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അഥവാ ഞാൻ പറഞ്ഞു വരുന്നത് ഹത്രാസ് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഹത്രാസിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഒരുപാടില്ലേ? ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലേ? തീർച്ചയായിട്ടും അതിലൊന്ന് അവർ ദളിതരാണെന്ന് തന്നെയാണ്. ഇപ്പോഴും മനുഷ്യരാണെന്നുള്ള ഐഡന്റിറ്റി പോലും അവർക്ക് നൽകാൻ ഇന്ത്യയിലെ പൊതുബോധത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഭീകരമായിട്ടുള്ള നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഹത്രാസിലേക്ക് മാത്രം ഞാൻ അതിനെ ചുരുക്കി കിട്ടുന്നില്ല, കേരളത്തിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ദ ക്വിഞ്ച് പോലെയുള്ള ഒരു മാധ്യമത്തിൽ, ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്ന അത്തരം ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിംഗ് ശ്രദ്ധിക്കാനിടയായി. ഇതേ സ്ഥലത്ത് ഹത്രാസിൽ ഈ പെൺകുട്ടിയെ കത്തിച്ചു കളഞ്ഞ സ്ഥലത്ത് ഇവരുടെ റിപ്പോർട്ടർ പോയിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ നിലവിലുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരിൽ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന പലരും പറയുന്നത് ഇല്ല, ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ നിലവിലില്ല എന്നുള്ളതാണ്. മറ്റു പലരും അഭിമാനത്തോടെ പറയുന്നുണ്ട്, അതെ ഞങ്ങൾ ഠാക്കൂർ വിഭാഗക്കാരാണ്, അവിടെയുള്ള സവർണർ എന്ന് പറയുന്നത്, അവിടെയുള്ള വലിയ മേൽജാതി വിഭാഗം എന്ന് പറയുന്നത് ഠാക്കൂറും ഈ ബ്രാഹ്മിൺസും ഒക്കെ തന്നെയാണ്. ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ഠാക്കൂറാണ്, ഞങ്ങൾ ബ്രാഹ്മിൺസ് ആണ്, ഞങ്ങളും അവരും തമ്മിൽ വ്യത്യാസമുണ്ട്, ഞങ്ങളും അവരും ഒരുപോലെയുള്ള മനുഷ്യരല്ല എന്ന് അഭിമാനത്തോടെ ഏറ്റുപറയുന്ന ഒരു വലിയ വിഭാഗം ജനമാണ് അവിടെയുള്ളത്. ഇവരെ ദഹിപ്പിച്ച സ്ഥലത്തിന് അടുത്ത് നിന്ന് ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ സംസ്കരിക്കുന്ന സ്ഥലത്ത് ഇവരെ പ്രവേശിപ്പിക്കുമോ?
അവര് ഭയങ്കര അറപ്പോട് കൂടി പറയുന്നത് ഒരിക്കലുമില്ല. ഞങ്ങൾ അവരിയ്ക്കുന്ന ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കുക പോലുമില്ല എന്നുള്ളതാണ്. ഈ കേരളത്തിൽ ഇങ്ങിരിക്കുന്ന നമ്മളെ ഇത് ഞെട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഹത്രാസിൽ ഒരുപക്ഷെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇത് ഞെട്ടിപ്പിച്ചിട്ടില്ല. ദളിത് എന്ന് പറയുന്നവർ മനുഷ്യരാണെന്ന് പോലും അവർ അംഗീകരിച്ചിട്ടില്ല. അവരിപ്പോഴും മനുഷ്യരുടെ കൂട്ടത്തിൽ പോലും പെടുത്താൻ പറ്റാത്ത ഒരു കൂട്ടം ജീവികളായി മാത്രമേ ഇവരെ കാണുന്നുള്ളൂ. അവർക്ക് മേൽ ലൈംഗികമായോ ഏത് തരത്തിലുള്ള അതിക്രമങ്ങളോ വളരെ ഹലാലായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നല്ല, അതുതന്നെയാണ് ഭൂരിപക്ഷം. നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് വാർത്തകൾ ഈ സമയത്ത് കേൾക്കാൻ സാധിച്ചിട്ടില്ല. അഥവാ മേൽജാതിക്കാരന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചതിന് കൊല്ലപ്പെട്ട ദളിത് യുവാവിന്റെ വാർത്ത കഴിഞ്ഞയാഴ്ചയിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചു എന്ന പേരിൽ മാത്രം കൊല്ലപ്പെട്ട ദളിത് യുവാവിന്റെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല, ഒരു മേൽവിഭാഗത്തിലുള്ള പെൺകുട്ടിയെ പ്രണയിച്ചതിന്റെ പേരിൽ ഒരു ക്രൂരമായ ആൾക്കൂട്ട കൊലപാതകത്തിന് വിധേയരായിട്ടുള്ള മനുഷ്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ദളിതർ മാത്രമല്ല ഇന്ത്യയിൽ അസ്തിത്വ പ്രതിസന്ധി നേരിടുന്ന വിഭാഗം എന്നറിയാം. ഇവരെയൊക്കെ പറയുമ്പോഴും നമുക്ക് ജുനൈദിനെയോ അഖ്ലാഖിനെയോ മറക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ജാതി നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ജാതി എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മിൽ നിന്ന് മാഞ്ഞു പോവാത്ത ഒരു വികാരം തന്നെയാണ്. എന്തിനാണ് UP-യിലേക്ക് മാത്രം നമ്മുടെ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാം. വാളയാറുള്ള ഇതേ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ട് ഇപ്പോഴും ജാതി നമ്മുടെ ഉള്ളിലുമുണ്ടെന്ന്. വാളയാറിലുള്ള 2 പെൺകുട്ടികളെ കൊലപ്പെടുത്താൻ ഉള്ള ഒരു അധികാര ബോധം അവരുടെ കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ പുറത്തുള്ളവർക്കോ ഉണ്ടായത് അവർ അധസ്ഥിതരായ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്നും മുന്നോക്ക സംവരണം എന്നുള്ളത് അഭിമാനത്തോടെ അല്ലെങ്കിൽ ഒരാവശ്യമായി ഉന്നയിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുള്ള കേരളത്തിൽ ജാതിയില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ അസംബന്ധം മറ്റൊന്നുമില്ല. ഇതേ കേരളത്തിൽ ഇരുന്നു കൊണ്ട് 100 വർഷങ്ങൾക്ക് മുൻപാണ് കുമാരനാശാൻ എഴുതിയത്, മലയാളത്തിൽ എഴുതിയത്. ഇന്നലെ ചെയ്തോരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം അതിൽ സമ്മതം മുളായിക രാജൻ എന്നുള്ളത്. ഒരുപക്ഷെ ഇന്നത്തെ ശാസ്ത്രവും സൗകര്യവും അതായതുകൊണ്ട് ഭൂരിപക്ഷം അത് യഥേഷ്ടം തുടർന്നു പോവുകയും ന്യൂനപക്ഷം അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജാതി നമുക്ക് മുന്നിലൊരു വലിയ വിഷയം തന്നെയാണ് എന്ന് ആവർത്തിച്ചു പറയുന്നു. തീർന്നിട്ടില്ല. ജാതി മാത്രമല്ല, ഹത്രാസുകാരിയായ പെൺകുട്ടിയെ വേട്ടയാടിയ കാര്യം, അത് നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം കൂടിയാണ്. അവരുടെ സ്വത്വം തന്നെയാണ് പെൺകുട്ടി എന്ന സ്വത്വം. ഹത്രാസുകാരിയെയും വാളയാറിലെ പെൺകുട്ടികളെയും പാലത്തായിയിലെ കുട്ടിയെയും നമ്മളെ ഓരോരുത്തരെയും വേട്ടയാടുന്ന ആ സ്വത്വം സ്ത്രീ എന്നുള്ളത് തന്നെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അരക്ഷിതരായിരിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പുതിയ വാർത്തയല്ല. അത് വലിയൊരു ജനസംഖ്യ ഉള്ളത് കൊണ്ടല്ലേ എന്നൊക്കെയുള്ള വളരെ ബ്ലണ്ടറായിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെയുള്ള പുരുഷന്മാരുടെ അടുത്ത് നിന്നുണ്ടാവാറുണ്ട്. പക്ഷെ സ്ത്രീകൾ അത്രയധികം ആക്രമിക്കപ്പെടുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ആക്രമണം എന്ന് പറയുന്നത് ഒരുപക്ഷെ മാനസികമായും ശാരീരികമായും ഒക്കെയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ എല്ലാവരും അതിന്റെ ഇരകളുമാണ്. നാവരിഞ്ഞ പെൺകുട്ടിക്ക് പകരം നാവായി നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും നമുക്കെതിരിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരുന്ന അബ്യൂസിനെ തടയാൻ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം മുന്നിലുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമാവാനാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സഹായിക്കുക എന്ന വിശ്വാസം എനിക്കുണ്ട്. കാരണം സൈബർ സ്പേസുകളിലൊക്കെ ഇടപെടുന്ന പെൺകുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പുറത്തിറങ്ങുന്നതും കുടുംബത്തിനുള്ളിലിരിക്കുന്നതുമായ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുകയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ മാത്രമാണ് വലുതെന്ന് പറയുകയോ ചെയ്യുക എന്നുള്ളതൊരു ധാർമ്മികതയില്ലാത്ത കാര്യമാണ്. കാരണം ഏത് തരത്തിലായാലും സ്ത്രീകൾക്കെതിരെയുള്ള അബ്യൂസ് ചെറുക്കേണ്ടത് തന്നെയാണ്. അതിനുള്ളൊരു കരുത്തുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഏറ്റവും സഹായിക്കുക ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുമാണ്. കാലങ്ങളായി വീടിനകത്തും തൊഴിലിടങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അടക്കം പൊതു ഇടങ്ങളിൽ എല്ലായിടത്തും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു അബ്യൂസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ
ഒരു അവസര സമത്വം ലഭിക്കാത്ത പെൺകുട്ടികൾക്കുള്ള, സ്ത്രീകൾക്കുള്ള ഒരു കരുത്തേകൽ എന്നുള്ള രാഷ്ട്രീയ പ്രക്രിയ നമുക്കിടയിൽ നടക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വിദ്യാഭ്യാസം നേടിക്കഴിയുമ്പോൾ എല്ലാമായി എന്നുള്ളത്. പക്ഷെ വിദ്യാഭ്യാസത്തോടൊപ്പം ഒട്ടും വിവേകമില്ലാത്തൊരു തലമുറയാണ് വളർന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം സൈബർ സ്പേസുകളിലൊക്കെ നമ്മളൊന്ന് കയറി നോക്കിയാൽ മതി. എത്തരത്തിലുള്ള ഒരു വലിയ പുരുഷാധിപത്യ ബോധമാണ് ഇവിടെയുള്ള ചെറുപ്പക്കാരികളെയും നയിക്കുന്നത് എന്ന് നമുക്ക് മുന്നിൽ വെളിവാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഇടങ്ങൾ. വലിയ ആക്രമണങ്ങളെയൊക്കെ നിസാരവൽക്കരിക്കുകയും സ്വാഭാവികമാണെന്ന് പറയുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ അബ്യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ഒഫൻസ് അല്ല എന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിനിടയിലും നമുക്ക് അഭിമാനമേകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ കൂട്ടായ്മയിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവാം. കഴിഞ്ഞ ദിവസം കേരളത്തിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ടു. സ്വാഭാവികമായി നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു വലിയ ഒരു അംഗീകാരമായി നൽകപ്പെടുന്ന ഒന്ന് തന്നെയാണ് ചലച്ചിത്ര അവാർഡുകൾ എന്ന് പറയുന്നത്. അതിൽ കനി കുസൃതി എന്ന് പറയപ്പെടുന്ന ഒരു നായികക്ക് അവാർഡ് ലഭിച്ചപ്പോൾ സാധാരണഗതിയിൽ ആണോ പെണ്ണോ ആവട്ടെ എല്ലാവരും സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു എന്ന് മാത്രം പറയുന്ന ഇടത്ത് ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉയർത്തിവെച്ചുകൊണ്ടാണ് കനി സംസാരിച്ചത്. മലയാളത്തിൽ ആദ്യ ചലച്ചിത്ര നായികയായിട്ടുള്ള PK റോസിയെ ആട്ടിപ്പായിച്ച നാടല്ലേ ഇത്. ദളിത് സ്ത്രീയെ ആട്ടിപ്പായിച്ച നാട്ടിൽ എനിക്ക് അവാർഡ് കിട്ടുമ്പോൾ ഞാൻ ആ ദളിത് സ്ത്രീക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അഥവാ വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ കൂട്ടായ്മയിൽ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇനിയും നമുക്ക് കുറച്ചുകൂടി ശക്തി ആർജിക്കേണ്ടതുണ്ട്. പാട്രിയാർക്കി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഭീകരമായി നമ്മെ വരിഞ്ഞു മുറുക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരുപക്ഷെ കാലം ഒരു 20 വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു 50 വർഷങ്ങൾ കൊണ്ട് മുന്നോട്ട് നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചിടത്തൊക്കെ പിറകോട്ടാണ് നടന്നിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിന്റെയും വക്കം മൗലവിയുടെയും സീതി സാഹിബിന്റെയും അടക്കമുള്ള കേരളത്തിലെ തന്നെ നവോത്ഥാന നേതാക്കന്മാരുടെ വാക്കുകൾ എത്രമാത്രം അർത്ഥഗാംഭീര്യമുള്ളതായിരുന്നു. അത് കഴിഞ്ഞുണ്ടായ കാലഘട്ടത്തിലെ ജനങ്ങളൊക്കെ അതിനെ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നൊരു ചോദ്യം നമുക്ക് മുന്നിലില്ലേ? ആ നവോത്ഥാനത്തെ എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് മുന്നിലില്ലേ? പാട്രിയാർക്കി എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു വ്യവസ്ഥയുടെ പേരാണ്. ആ വ്യവസ്ഥ ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതാണെന്നും മികച്ചതിന് താഴ്ന്നതിനെ അല്ലെങ്കിൽ ചെറിയതിനെ കീഴ്പ്പെടുത്താനുള്ള അവകാശമുണ്ട് എന്നും പറയുന്ന ബോധത്തിന്റെ പേരാണ്. ആ ബോധ്യങ്ങളെയൊക്കെ തച്ചുടച്ചുകൊണ്ടാണ് മനുഷ്യരെല്ലാവരും ഒരുപോലെയാണെന്നുള്ള ഏറ്റവും മനോഹരമായ മാനവിക സങ്കല്പവുമായി നമുക്ക് മുന്നോട്ട് പോവേണ്ടത്. അവിടെ ദളിതനും സ്ത്രീയും ലൈംഗിക ന്യൂനപക്ഷങ്ങളും മറ്റ് ആദിവാസികളടക്കമുള്ളവരും ഇവിടെയുള്ള സവർണ പുരുഷന്മാരും എല്ലാവരും ഒരേ സ്കെയിലിൽ നിൽക്കുന്നവരാണ്, ഒരേ പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ടവരാണ്. മനുഷ്യരൊക്കെയും ഒന്നാണ് എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു സങ്കല്പത്തിലേക്ക് നമുക്ക് സമൂഹത്തെ നയിക്കേണ്ടതുണ്ട്. അതെത്ര പെട്ടെന്ന് സാധ്യമാവുക എന്നുള്ളത് ഒരുപക്ഷെ അതിമോഹമായിരിക്കാം. പക്ഷെ നിരുപാധികം തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാനെങ്കിലും നമുക്ക് ആദ്യഘട്ടത്തിൽ സാധ്യമാവേണ്ടതുണ്ട്. ആ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് കേവലം 2-3 ഇൻസിഡന്റിന്റെ പേരല്ല. അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള ഫാസിസം തന്നെയാണ്. ഈ രാജ്യത്തെ ഗവൺമെന്റ് ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് ഫാസിസമാണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന രൂപത്തിലേക്ക്, വളരെ എളുപ്പത്തിൽ ഡിഫൈൻ ചെയ്യാവുന്ന രൂപത്തിലേക്ക് നമുക്ക് മുന്നിൽ ആ വാക്കെത്തിയിട്ടുണ്ട്. അഥവാ മിണ്ടിയാലോ പ്രതിഷേധിച്ചാലോ ഇവിടെ ഇരുന്നു കൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി ചോദിച്ചാലോ അത് കുറ്റകൃത്യമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള അധികാര കേന്ദ്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അവരോടാണ് നമുക്ക് സമരം ചെയ്യേണ്ടത്. CAA, NRC, NPR വിരുദ്ധ സമരങ്ങളെ ആ സമരങ്ങളുടെ ചൂട് കെടാതെ നമ്മുടെ ഉള്ളിലുണ്ടാവും. ആസാദി എന്ന് നമ്മൾ ഉറക്കെ വിളിച്ച ഒരു സമയത്തിന്റെ തുടർച്ച നമ്മിൽ നിന്നും മായാതെ നിൽക്കേണ്ടതുണ്ട്. അഥവാ നമുക്ക് ഒരുപാട് കാര്യങ്ങളോട് പൊരുതേണ്ടതുണ്ട്. ഈ രാജ്യത്ത് പ്രകൃതിയെ നശിപ്പിക്കുന്ന, ജനങ്ങളെ നശിപ്പിക്കുന്ന, ന്യൂനപക്ഷങ്ങളെ നശിപ്പിക്കുന്ന
ഒരു തരത്തിലുള്ള മുന്നേറ്റവുമായി ഇവിടുത്തെ ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട്. നാവരിഞ്ഞു മാറ്റി പെൺകുട്ടികളെ നിശബ്ദമാക്കാമെന്ന് ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾ, വലിയ വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അതിനെതിരെ നമുക്ക് ചെറുത്തുനിൽപ്പ് സാധ്യമാക്കേണ്ടതുണ്ട്. നമുക്ക് ആരുടെ മുന്നിലും തല കുനിക്കാത്ത, അഭിമാനബോധം പണയം വെക്കേണ്ടാത്ത ഒരു വിഭാഗം ജനമായി മാറേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെയെങ്കിലും അത്തരത്തിലുള്ള മനുഷ്യരായി പരുവപ്പെടുത്തേണ്ടതുണ്ട്. ഇതിലേക്ക് ആദ്യം വേണ്ടത് പൂർണ്ണമായും വിദ്യാഭ്യാസവും തുറന്ന ചർച്ചകളും പിന്നീട് സമരങ്ങളും തന്നെയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം കൊണ്ട് എല്ലാമായി എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത കാലമാണല്ലോ കടന്നു വരുന്നത്. കാരണം ഗാന്ധിജി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആത്മഹത്യ ചെയ്തവനാണെന്ന് വരുത്തി തീർക്കുന്ന, ഒരു പക്ഷേ നമ്മുടെ നവോത്ഥാന നായകന്മാരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളൊക്കെയും നായകന്മാരെ അല്ലാത്തൊരു കാലത്തേക്കാണ് പാഠ്യപദ്ധതികൾ നമ്മളെ കൊണ്ടുപോകുന്നത്. പുതിയ കേന്ദ്ര സർക്കാരിന്റെ പാഠ്യപദ്ധതികൾ രാജ്യമെമ്പാടും നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. ഇതോടുകൂടിയിട്ട് സെക്യുലറിസം എന്നുള്ള വാക്ക് പോലും മറന്നുപോയ ഇന്ത്യക്കാരായ ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ഒരുപക്ഷെ ഭരണഘടനയേക്കാൾ, ഇന്ത്യയിലെ ഭരണഘടനയേക്കാൾ മനുസ്മൃതിക്ക് അർത്ഥം വരുന്നൊരു കാലം വരുമായിരിക്കും. നമ്മൾ പൂർണ്ണമായും നിരാശ ഉള്ള മനുഷ്യരല്ല, നമ്മൾ പ്രതീക്ഷയുള്ള മനുഷ്യര് തന്നെയാണ്. അതുകൊണ്ട് സ്കൂളുകളിൽ നിന്നുള്ള ഈ ഒരു പാഠ്യപദ്ധതിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ പാഠങ്ങളും വിശാലമാവേണ്ടതുണ്ട്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടാവേണ്ടതുണ്ട്, ബോധ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, പ്രതിരോധിക്കാനുള്ള കരുത്തുണ്ടാവേണ്ടതുണ്ട്. ആ കരുത്തിനാണ് ഇത്തരം കൂട്ടായ്മകൾ, ആ കരുത്ത് നൽകാനാണ് ഇത്തരം കൂട്ടായ്മകളെ കൊണ്ട് സാധിക്കുക. ആ കരുത്തും ആ അഭിമാന ബോധവും ഉണ്ടാക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ഹത്രാസിൽ അരിഞ്ഞു വീഴ്ത്തിയ ഒരു നാവിന് പകരം മൂർച്ചയുള്ള ഒരുപാട് നാവുകൾ ഉയരട്ടെ എന്ന ആശംസാവാചകത്തോടെ കേരളത്തിലും പ്രതികരിക്കുന്ന ഒരുപാട് യുവജനങ്ങൾ ഉണ്ടാവട്ടെ, സ്ത്രീകൾ ഉണ്ടാവട്ടെ എന്ന ആശംസാവാചകത്തോടെ ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ തീയായി പൊന്താനുള്ള ധൈര്യം നമുക്ക് ഈ കൂട്ടായ്മ നൽകട്ടെ എന്ന ആശംസാവാചകത്തോടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. മുഖ്യപ്രഭാഷണം നിർവഹിച്ച അഡ്വക്കേറ്റ് നെജ്മ തബ്ഷീർക്ക് MGMന്റെ കൃതജ്ഞത അറിയിക്കുന്നു. ആദർശ പ്രസ്ഥാനത്തിന്റെ കരുത്തരായ വിദ്യാർത്ഥിനി വിഭാഗം MGM സ്റ്റുഡൻസ് വിംഗ് പ്രതിനിധി മിന ഫർസാനയെ സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പെണ്ണ് അന്നും ഇന്നും എന്നും ഒരു സംസാര വിഷയം തന്നെയാണ്. അവളുടെ ശരീരവും വസ്ത്രവും തൊഴിലും അവളുടെ നോട്ടവും സംസാരവുമെല്ലാം ചർച്ചയാകുന്ന ഈ കാലഘട്ടത്തിൽ ഹാഷ്ടാഗുകളിൽ കുരുങ്ങി ജീവൻ പൊലിഞ്ഞിട്ടുള്ള സഹോദരിമാർക്കായി സമർപ്പിക്കുകയാണ് ഈ പരിപാടി. MGM സംസ്ഥാന സമിതിയുടെ വനിതാ സമിതിയുടെ ഭാഗമായി മലപ്പുറം ഈസ്റ്റ് ജില്ല MGM സംഘടിപ്പിക്കുന്ന യൂണിസൺ ഫോർ ജസ്റ്റിസ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹത്രാസിലെ പെൺകുട്ടി വരെ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, അല്ല, ഹത്രാസിലെ പെൺകുട്ടിക്കും ശേഷവും ഒരുപാട് സഹോദരിമാർ പേരറിയാതെ, ആരും അറിയാതെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട്. കാരണം NCRBയുടെ കണക്കുകളുണ്ട്, ഓരോ 17 മിനിറ്റിലും ഈ രാജ്യത്ത് ഓരോ സഹോദരിമാർ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ തന്നെ കണക്കുകൾ 2018 ക്രൈം അഗെയിൻസ്റ്റ് വുമൺ എന്ന കാറ്റഗറിയിൽ പെടുന്ന കണക്കുകളുണ്ട്. 3 ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ളത്. ഇത് കേവലം റേപ്പ് മാത്രമല്ല, മറിച്ച് ആസിഡ് അറ്റാക്കുകളും ഗാർഹിക പീഡനങ്ങളും അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങളും ഈ 3 ലക്ഷത്തിലധികം വരുന്ന കണക്കുകളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2019 കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത് 4 ലക്ഷത്തിലധികമായിട്ട് ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കേവലം റെക്കോർഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫയൽ ചെയ്തിട്ടുള്ള കേസുകൾ മാത്രമാണ്. ഇതൊന്നുമല്ലാണ്ട് ആരും അറിയാതെ നമ്മുടെയൊക്കെ വീടിന്റെ അകത്തളങ്ങളിലും പൊതു ഇടങ്ങളിൽ ആരും ശ്രദ്ധിക്കാതെയും റെയിൽവേ ട്രാക്കുകളിൽ ആരും കാണാതെയും ഒരുപാട് സ്ത്രീകളുടെ രക്തവും വേദനയും കണ്ണുനീരുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അടുത്ത് ഈ കോവിഡ് കാലത്ത് നമ്മളൊരു പത്രവാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഗാർഹിക പീഡനങ്ങളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് എന്നുള്ളത്.
നീതി നിഷേധങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. നീതി നിഷേധം ആരംഭിക്കുന്നത് വീടിന്റെ അകത്തളങ്ങളിൽ നിന്നുമാണെന്ന് പറയാറുണ്ട്. പക്ഷേ നീതി നിഷേധം ആരംഭിക്കുന്നത് കേവലം വീടിന്റെ അകത്തളങ്ങളിൽ നിന്നും മാത്രമല്ല, മറിച്ച് ജനിക്കാനിരിക്കുന്ന കുഞ്ഞ്, ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞ് പെണ്ണാണോ ആണാണോ എന്നറിയാൻ വേണ്ടി വയറ് കീറി തുറന്നൊരു സംഭവം നമ്മൾ ഈ അടുത്ത് പത്രമാധ്യമങ്ങളിലൂടെ വായിക്കാനിടയായിട്ടുണ്ട്. ജനിക്കാനുള്ള ഓരോ കുഞ്ഞിന്റെയും അവകാശത്തെ ഹനിച്ചുകൊണ്ടുള്ള നീതി നിഷേധമാണ് അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ജനനത്തിന് ശേഷമല്ല നീതി നിഷേധം നടക്കുന്നത്, ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ജനനത്തിന്റെ മുൻപ് പോലും നീതി നിഷേധങ്ങൾ നടമാടുന്ന ഈ രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. നീതി, സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം ഇതൊന്നും ഒരാൾക്ക് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യമല്ല. മറിച്ച് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിത ശൈലിയിൽ ഡീഫോൾട്ടായിട്ട് ഉണ്ടാകേണ്ട ഒരുപാട് മര്യാദകളുടെയും ജീവിതക്രമങ്ങളുടെയും ഭാഗമാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട് സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, മകളാണ് എന്നൊക്കെ. സ്ത്രീ അമ്മയും പെങ്ങളും സഹോദരിയും ഭാര്യ ഒന്നുമല്ല, മറിച്ച് അവളൊരു വ്യക്തിയാണ്, അവളൊരു മനുഷ്യനാണ്, മിടിക്കുന്ന ഹൃദയമുള്ള ഒരു മനുഷ്യനാണ് എന്ന വിശാല ഹൃദയത്തോടെ അവളെ കാണാൻ സാധിക്കണം. കേവലം പെണ്ണുടലുകളായി മാത്രം കാണുമ്പോഴാണ് നമുക്ക് അവൾക്കെതിരെയുള്ള ആക്രമണങ്ങളും സ്ത്രീകൾ ഒരുപാടധികം കഷ്ടതകളും അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നീതി നിഷേധങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ നീതി നിഷേധം കേവലം സ്ത്രീകൾക്കെതിരെ മാത്രമല്ല സംഭവിക്കുന്നത്. ഈ രാജ്യത്തെ ജനതയെ പറ്റി പറയുകയാണെങ്കിൽ NRC-യിലൂടെയും CAA-യിലൂടെയും നമ്മളൊക്കെ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ EIA 2020 ഡ്രാഫ്റ്റ് നമ്മുടെയൊക്കെ ജീവന് തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ടുള്ള ജീവിക്കാനുള്ള അവകാശത്തെ ഹനിച്ചുകൊണ്ടുള്ള നീതി നിഷേധമാണ് EIA 2020 ഡ്രാഫ്റ്റിലൂടെ നടക്കാനിരിക്കുന്നത്. രാജ്യത്തിന്റെ ആത്മാക്കളാകുന്ന കർഷകർക്കെതിരെയുള്ള നീതി നിഷേധമാണ് അഗ്രികൾച്ചർ ബില്ലിലൂടെ നടക്കാനിരിക്കുന്നത്. നീതി നിഷേധത്തിന്റെ വലിയൊരു ഘോഷയാത്രയുടെ അവസാനത്തെ കണ്ണിയായിട്ട്, നടന്നിടത്തോളമുള്ള അവസാനത്തെ കണ്ണിയായിട്ട് ഈ രാജ്യത്തിന്റെ ജനതയുടെ വിശ്വാസത്തിന്റെ അവസാനത്തെ ആണിക്കല്ലുകൂടി ഇളക്കിക്കൊണ്ടാണ് ബാബരി മസ്ജിദ് തകർന്നു വീണിട്ടുള്ളത്. നീതി നിഷേധത്തിന്റെ വലിയൊരു ഘോഷയാത്ര തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രതിഷേധിക്കുക തന്നെ വേണം. പ്രതിഷേധം എവിടെയും എത്തില്ല എന്നാണ് തോന്നുന്നത് എങ്കിൽ വളരെ ഉറക്കെ ശബ്ദമുയർത്തിക്കൊണ്ട്, മുഷ്ടികൾ ചുരുട്ടിക്കൊണ്ട് നമ്മുടെയൊക്കെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ അലയൊലി ഉയർത്തേണ്ടത് തന്നെയുണ്ട്. കാരണം ഇവിടെ മൗനം വരിക്കുന്നവരും കുറ്റവാളികളാണ്. നീതി നിഷേധത്തിനെതിരെ സംഘടിപ്പിക്കുന്ന യൂണിസൺ ഫോർ ജസ്റ്റിസ് എന്ന പരിപാടിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവസാനിപ്പിക്കുകയാണ്. ഒരു കവിതയുണ്ട്, നിർഭയ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അമിതാഭ് ബച്ചൻ എഴുതിയിട്ടുള്ള ഒരു കവിത. അമ്മയല്ലേ കുഞ്ഞു പെങ്ങളല്ലേ, ഞാനും ഈ ഭാരതത്തിൻ്റെ ഓമ്പലല്ലേ, ഒരു കുഞ്ഞു കനവിൻ്റെ കവിതയല്ലേ, എന്നെ ഞാനായി കാണാൻ മറന്നതെന്തേ. അങ്ങനെ ഓരോ വ്യക്തികളെയും ആ വ്യക്തികളായിട്ട് കാണുക, ആണോ പെണ്ണോ ആയിക്കോട്ടെ, ആ വ്യക്തികളായിട്ട് കാണാനുള്ള വിശാല ഹൃദയങ്ങളുള്ളവരായിരിക്കുക. അത്തരത്തിലുള്ള വലിയ ഹൃദയങ്ങളും അത്തരത്തിൽ കാണാനുള്ള വലിയ കണ്ണുകളും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി മിന ഫർസാന. MGMന്റെ അഭിനന്ദനങ്ങൾ. വൈസ് വുമൻ സമ്മിറ്റ് 2020 ഒക്ടോബർ 23 വെള്ളിയാഴ്ച മർകസ് ദഅവ യൂട്യൂബ് ചാനൽ. ഇവിടെ നമ്മുടെ പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാവുകയാണ്. നന്ദി അർപ്പിക്കുന്നതിനായി MGM ഈസ്റ്റ് ജില്ലാ ട്രഷറർ ഫാത്തിമയെ ആദരപൂർവ്വം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. MGM മർകസ് ദഅവ സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 23 നടത്താനിരുന്ന വൈസ് വിമൻസ് സമ്മിറ്റിൻ്റെ ഭാഗമായി മലപ്പുറം ഈസ്റ്റ് ജില്ല സംഘടിപ്പിച്ച യൂണിസൺ ഫോർ ജസ്റ്റിസിൻ്റെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രമുഖ വ്യക്തികൾക്കും എൻ്റെ MGM സഹപ്രവർത്തകർക്കും ഈ പരിപാടി വീക്ഷിച്ച എല്ലാ സഹോദരിമാർക്കും
മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.